ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളോടുള്ള പ്രാന്ത് കാരണം ഒരുവിധം പ്ലാന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം പ്ലാന്റ്സ് ആൻഡ് പോട്ട് എന്ന് പറയുന്ന ഒരു ചാനൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കലാത്തിയ, അഗ്ലോണിമ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച വരെ എനിക്ക് പ്ലാന്റ്സുകൾ അയച്ചു. ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ സന്ധ്യ നേരത്താണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓരോ പ്ലാന്റ്സുകളായിട്ട് കാണിച്ചു തരാം. എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ നല്ല ബുഷിയായ പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തു കേട്ടോ. ഇത്രയും പ്ലാന്റ്സുകളാണ് ഞാൻ അവരുടെ നിന്ന് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് പ്ലാന്റ് കേട്ടോ. ഇത് അഗ്ലോണിമ ഡയമണ്ട് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കലാത്തിയ ക്രിംസൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് നമ്മുടെ പെഡിലാന്തസ് കേട്ടോ, വെരിഗേറ്റഡ് പെഡിലാന്തസ് ആണ്. ഇത് ഗോൾഡൻ സെല്ലം എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ലീഫി പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ എലൈൻ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് നമ്മുടെ കലാത്തിയ പീകോക്ക് വെറൈറ്റി കേട്ടോ. അതുകൂടാതെ രണ്ട് സ്നേക്ക് പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് കേട്ടോ. ഇതിനൊക്കെ ഓരോ പേരുണ്ട്, പക്ഷെ ഇതിന് രണ്ടിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ. പിന്നെ കലാത്തിയ റോസി എന്ന് പറയുന്ന വെറൈറ്റി. ശരിക്കും ഈ ഒരു പ്ലാന്റിന് 280 രൂപയാണ് കേട്ടോ അവരെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല ബുഷിയായ പ്ലാന്റാണ്, കുറേ ഷൂട്ട് ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അടർത്തി എടുത്തിട്ട് വേറെ പ്ലാന്റ്സുകളാക്കിയിട്ട് ഓരോരോ പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിരുന്നു. ഇതിൽ ഞാൻ വേറൊരു കലാത്തയും കൂടിയിട്ട്, എനിക്ക് അതിൻ്റെ ഐഡിയ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ തന്നെ ബുഷി പ്ലാന്റ് ആയിരുന്നു. 280 രൂപ കൊടുത്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചി ആ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു പ്ലാന്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാനിത് ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ ഒരു വൈകുന്നേരം നേരത്താണ് ഇത് ബോക്സ് ഓപ്പൺ ആക്കിയത്. ശരിക്കും ഇന്നൊരു വയ്യായ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയോടെ നട്ടിട്ടില്ലെങ്കിൽ പ്ലാന്റിനൊരു ക്ഷീണം ഉണ്ടാവും. അവർ ഇതുണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ ശരിക്കുള്ള എന്താ പറയുക പോട്ടിങ്ങൊക്കെ കളഞ്ഞിട്ടാണ് പ്ലാന്റ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഇങ്ങനെ പ്ലാന്റുകൾ വെക്കാനായിട്ട് പറ്റില്ല, കൈയോടെ നട്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പ്ലാന്റ് ഷോർട്ടായിരുന്നു, ആ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയോട് കാര്യം പറഞ്ഞപ്പം അവരത് ശരിക്കും അത് വെക്കാനായിട്ട് വിട്ടുപോയതാണ്. ഞാൻ പല തവണയായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഓരോരോ വീഡിയോസ് കാണുമ്പം അതിനകത്ത് പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഓരോരോ പ്ലാന്റായിട്ട് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പം തിങ്കളാഴ്ച ലീവാണ്, അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ബുധനാഴ്ചയായിട്ട് പ്ലാന്റ് വീണ്ടും അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പ്ലാന്റ്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ഇതൊന്നും എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.